അമ്മമാര് ആമക്കളെ നിർബന്ധമായും പഠിപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെനിക്ക് വായിച്ചു കഴിഞ്ഞപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടതാണ്. വായിച്ചു കഴിഞ്ഞപ്പോ ജെനുവിൻ ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ വായിക്കട്ടാ. ഒരു മനുഷ്യനെ ജീവിക്കാൻ വേണ്ട അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. പാചകം, തുണി അലക്ക്, പാത്രം കഴുകൽ, വീട് വൃത്തിയാക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് ആൺകുട്ടികൾ മറ്റുള്ളവരെയാണ് ആശ്രയിക്കേണ്ടത് എന്ന ചിന്താഗതി മാറേണ്ടതുണ്ട്. ചില ആൺപിള്ളേരുണ്ട് ഇപ്പോഴും, അത് എനിക്കറിയാവുന്ന കുറച്ച് പേരുണ്ട്, വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേരുണ്ട്, വീട്ടുജോലി ചെയ്യത്തില്ല. എന്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. അത് പറഞ്ഞുകൊണ്ട് ഞാൻ എപ്പോഴും, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ മാത്രമാണ് അങ്ങനെ ചെയ്യാത്ത. അവനോട് ഞാൻ എന്നും പൊരിഞ്ഞ അങ്കോണ്. നിനക്ക് എവിടെ നിന്ന് പെണ്ണ് കിട്ടുന്നാണ് വിചാരിക്കണേ, മറ്റാണോ മറിച്ചാണ്, നിനക്ക് ഈ ലോകത്ത് പെണ്ണ് ഉണ്ടാവൂലടാ. അവന്റെ ഉമ്മി എല്ലാ കാര്യങ്ങളും അവന് ചെയ്തു കൊടുക്കും. അപ്പൊ അവനും അതേപോലെ തന്നെ ഒരു പെണ്ണിനെ വേണമെന്നാണ് അവന്റെ ആഗ്രഹം. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ അവനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 20 സംതിങ് വയസ്സുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ നിനക്ക് ഈ ലോകത്തൊന്നും പെണ്ണ് കിട്ടൂല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇരുന്ന് ഇരിപ്പില് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, ഒരു തിന്ന പാത്രം പോലും കഴുകത്തില്ല. ഞാനും അവനും തമ്മിൽ എപ്പോഴും പൊരിഞ്ഞങ്കെന്ന് വെച്ചിട്ട് എപ്പോഴും പൊരിഞ്ഞങ്കോണ് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട്. പിന്നെ പതിയെ പുള്ളി ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങി. പുള്ളിയുടെ ക്യാരക്ടറൊക്കെ മാറിയില്ലെങ്കിൽ ഞാൻ മാറ്റിയെടുക്കും. അങ്ങനെ വേറെ ഒന്നുമല്ല കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അത് ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടാണ് അവൻ. അവൻ മാറേണ്ട ഉത്തരവാദിത്തം എന്റെ ആയതുകൊണ്ട്, കാരണം ഫ്രണ്ട്സ് അങ്ങനെയാണല്ലോ. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എന്റെ ഫസ്റ്റത്തെ ബോയ് ഫ്രണ്ട് എന്ന് പറയും. ഇന്ന് അവൻ ജീവിച്ചിരിക്കണമെങ്കിൽ അവൻ മരിച്ചുപോയി. അവനിപ്പോ നമ്മൾ മരിച്ചുപോയവര് എത്രയാണ് നമ്മൾ സംസാരിക്കുന്നതൊക്കെ, നമ്മളെ കാണാൻ പറ്റുന്നതൊക്കെ അറിയാന്നൊക്കെ പറയുന്നത് എനിക്ക് അറിയത്തില്ല. ഞാൻ അന്ന് ഫ്രണ്ട്സ് ആയ സമയത്ത്, ഞാനെന്താ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു, എനിക്കൊരു +2 പഠിക്കുന്ന സമയത്തായിരുന്നു. ഞാൻ എന്റെ ഫസ്റ്റത്തെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ അവനാണ്. അപ്പൊ എന്ന് വെച്ചാൽ എന്നെ സ്വന്തം പെങ്ങളെ പോലെ കണ്ടിരുന്നതായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും അവനോട് പറയുമായിരുന്നു, ഇങ്ങനെ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് പ്രേതായി വരും. വന്ന സമയത്തൊക്കെ ഞാൻ ഇരുന്നുകൊണ്ട് അങ്ങനെ പറയുമായിരുന്നു. അപ്പൊ അവനും പറയുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ അടുത്ത് പ്രേതായിട്ട് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ ഞങ്ങൾ പരസ്പരം അങ്ങനെ സംസാരിക്കുമായിരുന്നു ആ ഒരു പ്രായത്തിൻ്റെത്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാൻ അറിവെച്ച് ഇപ്പൊ എത്രയാണ് 2019 അവൻ മരിച്ചത്. അപ്പൊ ഒരു ആക്സിഡന്റിൽ മരിച്ചാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, മരിച്ചവരാരും തിരിച്ചു വരില്ല. കാരണം അവൻ മരിച്ചിട്ട് പ്രേതായി എന്റെ അടുത്ത് വരാന്ന് ആ ഒരു വാക്ക് പറഞ്ഞെങ്കിലും ഇന്നുവരെ എന്റെ അടുത്തോട്ട് വന്നിട്ടില്ല. മരിച്ചവരാരും നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. പക്ഷെ ഞാൻ സംസാരിക്കുന്നത് എവിടെയെങ്കിലും ഇരുന്ന് ഏതെങ്കിലും ലോകത്തിരുന്ന് അവൻ കാണുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ എന്റെ ഫ്രണ്ട് അവൻ എപ്പോഴും പറയുന്ന, എന്റെ അടുത്ത് പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞത് നമ്മുടെ കണ്ണാടിയാണ്. എന്നിട്ടുള്ള ഒരു ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടാന്ന് പറയില്ല. അവൻ പറഞ്ഞ് എന്നെ പഠിപ്പിച്ച സാധനമായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിനെ അതേപോലെ തന്നെയാണ് കാണുന്നത്. അവൻ അങ്ങനെയായിരുന്നു എന്നെ കണ്ടിരുന്നത്. അവനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഭയങ്കര കെയറിങ് ആയിരുന്നു. ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പുള്ളി എന്നെ ഭയങ്കരമായിട്ട് ചീത്ത പറയുകയൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ കേട്ടിരിക്കും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ല ഓരോ കാര്യങ്ങൾ പറയണതുകൊണ്ട് ഞാനൊന്നും അങ്ങോട്ട് പറയാറൊന്നുമില്ല. അവനെല്ലാ സ്വാതന്ത്ര്യവും ഞാൻ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവൻ എന്റെ അമ്മയുടെ അമ്മേനെ പഠിച്ച ടീച്ചറിന്റെ മോന്റെ മോനായിരുന്നു. അപ്പൊ അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഫ്രണ്ട്സ് ആയി കഴിഞ്ഞിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അറിഞ്ഞത്. അപ്പൊ ആളെ എന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഇതായിരുന്നു. കാരണം സ്വന്തം പെങ്ങളെ പോലെ കണ്ടിട്ട് ഭയങ്കര കെയറിങ്ങും, ആ ഒരു ഇതോടെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തു മറ്റേ ചെയ്ത് മറിച്ച് ചെയ്തെന്നൊക്കെ പറഞ്ഞത്, ഞാൻ നിന്റെ സഹോദരനാണ്, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നീ അനുസരിച്ച് അങ്ങനെ അത്ര ഭയങ്കരമായിട്ട് എന്നെ ചെയ്തു. പക്ഷെ ഞാൻ കേട്ടിരിക്കുവായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പൊ അവൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, ചെങ്ങാതി നന്നായി കണ്ണാടി വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അവനെന്നെ പഠിപ്പിച്ചതായിരുന്നു. അവനെന്നെ തലയ്ക്ക് മുകളിലിരുന്ന് കാണുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തൊന്നുമില്ല. മരിച്ചവരാരും തിരിച്ചു വരില്ല എന്ന് എനിക്കറിയാം. അപ്പൊ അതൊരു എന്നും ഒരു സങ്കടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത്രയും നല്ലൊരു ഫ്രണ്ടാണ് എനിക്ക് ഫസ്റ്റത്തെ ബോയ് ഫ്രണ്ട് ആയിട്ട് ഉണ്ടായത് കൊണ്ട് ഞാൻ എന്റെ എല്ലാ ഫ്രണ്ട്സിനെയും ഞാൻ അതേപോലെ തന്നെയാണ്. എന്ന് വെച്ചാൽ അവരുടെ അടുത്ത് ഇങ്ങോട്ട് വന്ന് എന്നെയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വേണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഉണ്ടാവില്ല. ആ വ്യക്തികളെ ഞാൻ എന്തെങ്കിലും പറയുന്ന പോലെ തന്നെ ഞാൻ അനുസരിപ്പിച്ച് വളർത്തും. പിന്നെ അവർ അതേപോലെയൊക്കെ മാറൂട്ട. കാരണം എന്ന് വെച്ചാൽ നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ ഞാനും പറയും, നീ എന്റെ ഫ്രണ്ടാണെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിച്ചിരിക്കണം, ഇരുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ അനുസരിപ്പിക്കും. അത് ഏത് വഴിയാണ്, തല്ലാണെങ്കിൽ തല്ലി ഞാൻ അനുസരിപ്പിക്കും എന്ന് പറയും. നല്ല കൊച്ചു കുഞ്ഞുങ്ങളെ തല്ലണ ഒരു ചൂരലെടുത്തിട്ട് ഞാൻ നല്ല അടി ഞാൻ വരുന്നത് പറഞ്ഞു. ഞാൻ അങ്ങനെയൊക്കെ പറയും. ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ ഞാൻ നല്ല ഡേഞ്ചറാണെന്നൊക്കെ പറയും. ടെററാക്കരുതെന്നൊക്കെ പറയും. അതേപോലെ അവർ മാറുകയും ചെയ്യട്ടെ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ പറയുന്നത്. അല്ലാണ്ട് നശിയാനൊന്നും ഫ്രണ്ട്സ് നശിയാനൊന്നല്ലല്ലോ പറയണേ. അപ്പൊ എനിക്കും ഇങ്ങനെ പിന്നെ അതുകൊണ്ടാണ് എനിക്കൊരു ചേട്ടനായിട്ട് കല്യാണം ആലോചിച്ചിരുന്നു. അപ്പൊ ആ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ബാക്കിയൊക്കെ ആ ചേട്ടൻ ഓക്കെ ആയിരുന്നു കേട്ടോ, എല്ലാം കൊണ്ട് ഓക്കെ ആയിരുന്നു, ഫാമിലി ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ ആ ചേട്ടനടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ വീട്ടിൽ ജോലി എന്തെങ്കിലും ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു, ഞാൻ ഇന്ന് വരെയും അടുക്കളയിൽ കയറിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അതെന്താണെന്ന് ചോദിച്ചു. എന്തെങ്കിലും ഒന്ന് ഉണ്ടായിക്കൂടെ, ഒരു ചായയോ ഒരു മുട്ട വറക്കലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തുകൂടാ. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു, ഇന്ന് വരെ എന്റെ അമ്മ എന്നെ അടുക്കളയിൽ കയറ്റിയിട്ടില്ല ആ ഒരു ഇതില്. അപ്പൊ ഞാൻ അതുകൊണ്ട് ഇനി ഒരിക്കലും ആ അടുക്കളയിൽ കയറിയില്ല, കയറി കഴിഞ്ഞാൽ അമ്മ എന്നെ കൊല്ലുന്നു. അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. ഞാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ, എന്റെ ലൈഫ് പാർട്ട്ണറെ കുറിച്ച് ആഗ്രഹിക്കുന്നതിൽ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാണ് ഒന്ന് എന്നെ അടുക്കളയിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ. എനിക്ക് വലിയ കുക്കിംഗ് ഒന്നും അറിയില്ല. അപ്പൊ ആ വ്യക്തിക്കും അറിയില്ലെങ്കിലും രണ്ടുപേരും കൂടെ ഇപ്പൊ യൂട്യൂബൊക്കെ ഉണ്ടല്ലോ, യൂട്യൂബ് ഇല്ലെങ്കിൽ എനിക്ക് കുക്കിംഗ് അറിയില്ല എന്ന് ഞാൻ വെറുതെ പറഞ്ഞാൽ എനിക്ക് കുക്കിംഗ് നന്നായിട്ട് അറിയാം, അത്യാവശ്യം അറിയാവുന്ന വ്യക്തിയാണ്. പക്ഷെ എടുക്കാനുള്ള മടിയുണ്ടാണ്, മടിയുണ്ട്, എല്ലാവരെ പോലെ മടിയുണ്ട്.
കുക്കിംഗ് അറിയാവുന്ന വെച്ചാൽ എന്റെ അച്ചാമ്മ പഠിപ്പിച്ചതാണ്. ഞാൻ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ട് എല്ലാം അച്ചാമ്മ പഠിപ്പിച്ചതാണ്, അമ്മ ഒന്നും പഠിപ്പിച്ചതല്ല. അമ്മയ്ക്ക് ഒരു കുക്കിംഗ് അറിയാൻ പാടില്ല, എല്ലാം അച്ചാമ്മയ്ക്ക് അറിയുള്ള. അച്ചാമ്മയ്ക്ക് നല്ല കൈപ്പുണ്യുണ്ട്. ഈ ഫാമിലിക്ക് മൊത്തം അതുണ്ട്. ഇപ്പൊ അച്ഛനായാലും ചിറ്റമാരായാലും അവർക്കൊക്കെ എല്ലാവർക്കും ഫാമിലിക്ക് മൊത്തം ഭയങ്കര കൈപ്പുണ്യാണ്. ആ ഒരു കൈപ്പുണ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അമ്മയുടെ ഫാമിലിയിൽ അങ്ങനെ കൈപ്പുണ്യൊന്നുമില്ല, അതുകൊണ്ട് അത് എനിക്ക് കിട്ടിയില്ല. അപ്പൊ കുക്കിംഗ് ഒക്കെ അറിയൊക്കെ ചെയ്യാം, അത്യാവശ്യം അറിയൊക്കെ ചെയ്യാം. പക്ഷെ എടുക്കാനുള്ള നല്ല മടിയുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്റെ ലൈഫ് പാർട്ട്ണറും അതേപോലെ കുക്കിംഗ് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യണം. എന്റെ കൂടെ ഒന്ന് വന്നിരുന്നാൽ മതി, അത്രയും മാത്രം മതി. എന്തെങ്കിലും ഒന്ന് അരിഞ്ഞു തരാം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഇതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. ആ ഒരു ഒറ്റ കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ പുള്ളിയെ വേണ്ടെന്ന് വെച്ചു. എന്നാ പുള്ളിയുടെ കല്യാണം കഴിഞ്ഞ് പുള്ളി ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ഹാപ്പി ആയിട്ട് ജീവിക്കുമല്ലോ, കല്യാണം കഴിഞ്ഞ് പിന്നെ ഹാപ്പി ആയിട്ടല്ല ജീവിക്കുന്നത്. ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു, എനിക്കറിയത്തില്ല കല്യാണം കഴിഞ്ഞെന്ന് എനിക്കറിയാം. പിന്നെ അവർ ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ ഞാൻ എത്രയും ആഗ്രഹിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു തന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആൺപിള്ളേര് ആരായാലും നമ്മൾ കുക്കിംഗ് ചെയ്യണം. അത് പെൺപിള്ളേർക്ക് മാത്രം അധികാരപ്പെട്ട ഒരു സ്ഥാനമല്ല അടുക്കള, ആൺപിള്ളേർക്ക് കൊണ്ട് അധികാരപ്പെട്ട. അടുക്കളയായാലും റൂമായാലും എന്തായാലും ക്ലീൻ ചെയ്യുമ്പോൾ അവരും കൂടെ ഹെൽപ്പ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ പറയില്ല ആണും പെണ്ണും ഈക്വലാണെന്ന് പറയില്ലേ. പണ്ട് കാലത്താണ് ആണും പെണ്ണും വെവ്വേറെ എന്നുള്ള ഒരു ജനറേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് വെച്ചാൽ ആണും പെണ്ണും ഈക്വലാണ്. അപ്പൊ ചെയ്യേണ്ട ജോലികൾ എന്തായാലും രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്യണം. അതിപ്പോ ഇപ്പൊ ആങ്ങളെയും പെങ്ങളുവാണെങ്കിലും ഒരുമിച്ച് ചെയ്യണം. അല്ലാണ്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവാണെങ്കിലും ഒരുമിച്ച് ചെയ്യണം. അതൊരിക്കലും ഒരു തെറ്റല്ല. അപ്പൊ പിന്നെ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 വയസ്സിന് ശേഷം അത്യാവശ്യം ചില വീട്ടുകാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കാം. കറക്റ്റാണ് കേട്ടോ. ചെറുപ്പം മുതലേ ചെയ്യിപ്പിച്ച് തുടങ്ങണം, എന്നാലാണ് ആൺപിള്ളേർക്ക് അത് മനസ്സിലാവുള്ളൂ. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിക്കേണ്ടതാണ്. നമ്മൾ അമ്മമാര് തന്നെയാണ് ഓരോന്നും പഠിപ്പിക്കേണ്ടത്. വീട്ടിൽ നിന്ന് തന്നെ പിള്ളേരെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് പഠിപ്പിക്കേണ്ടത് അമ്മമാര് തന്നെയാണ്. എന്റെ വീടിന്റെ അടുത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. ആ ചേച്ചി ഇപ്പൊ ഇവിടെ നിന്ന് വിറ്റുപോയി. അവരും മുസ്ലിംസ് ആയിരുന്നു. അപ്പൊ ആ ചേച്ചി എപ്പോഴും ആ ചേച്ചിയുടെ മോനെയും കൊണ്ട്, ഒരു മോനുണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പൊ ഒരു മോളുണ്ട്. അപ്പൊ ആ മോനെയും കൊണ്ട് എപ്പോഴും അത് തുണി അലക്കിപ്പിക്കുക. അപ്പൊ തുണി അലക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പുള്ളി കൊച്ച് അവിടെ കളിക്കാൻ പോയിട്ട് ചെളിയേക്കാവും. എന്നിട്ട് ആ തുണിയൊക്കെ ആ ചേച്ചി അതിനെ കൊണ്ട് അലക്കിപ്പിക്കുക, നിലമൊക്കെ തുടയ്ക്കാം, അങ്ങനെ എല്ലാ പണികളും മിറ്റടിപ്പിക്കുക, അങ്ങനെ എല്ലാ പണികളും ആ ചേച്ചി ആ കൊച്ചിനെ കൊണ്ട് ചെയ്യുമായിരുന്നു. ഞാൻ ശരിക്കും ചേച്ചി തന്നെ ആ കൊച്ചൊക്കെ കരച്ചിലായിരുന്നു, അടിച്ചൊക്കെയാണ് ജോലി ചെയ്യിപ്പിക്കണായിരുന്നു. ആ കൊച്ചാണെങ്കിൽ അടിച്ച് ജോലിയൊക്കെ ചെയ്യിപ്പിക്കും. ഞാൻ അവർക്ക് എന്തിനാണ് ഇങ്ങനെ ചെയ്യണേന്ന് ഓർക്കും. പക്ഷെ അതൊന്നും എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലായില്ലായിരുന്നു. ആ ചേച്ചി അടിച്ച് ചെയ്തത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. കൊച്ചിനോട് എടുക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ കൊച്ചി എടുക്കാത്തതുകൊണ്ടാണോ ഇനി എന്താണെന്നൊന്നും എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് അന്വേഷിച്ചില്ല. പിന്നെ അടുക്കള സ്ത്രീയുടെ മാത്രം ഇടമല്ലെന്ന് ആൺമക്കളെ പഠിപ്പിക്കുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഭാര്യയെ വീട്ടുജോലികളിൽ സഹായിക്കുന്നത് ഔദാര്യമല്ല, കുടുംബത്തോടുള്ള ഉത്തരവാദിത്തമാണെന്നും അവരെ ചെറുപ്പം മുതൽ ബോധ്യപ്പെടുത്തുക. ചെറിയ ചെറിയ ജോലികളും ഉത്തരവാദിത്തങ്ങളും കൊടുത്ത് ശീലിപ്പിക്കുന്നതോടെ അടുക്കള ജോലി ചെയ്യാനുള്ള മടി മാറ്റിയെടുക്കുക. ഇപ്പൊ എന്ന് വെച്ചാൽ എനിക്കും മടിയുണ്ട്. ഞാനൊരു പെണ്ണായിട്ട് പോലും എനിക്ക് മടിയുണ്ട്. എല്ലാ പെൺപിള്ളേർക്കും മടിയുണ്ട്, അതേപോലെ ആൺപിള്ളേർക്കും മടിയുണ്ടാവും. എനിക്ക് പൊതുവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തെ ജോലി, പുറം പണികളില്ലേ, അത് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പുല്ലുവെട്ട, കാടുവെട്ട, അങ്ങനത്തെ ഇതാണ്. അടുക്കളപ്പണിയോട് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ അടുക്കളപ്പണി ചെയ്തില്ലെങ്കിൽ വെച്ചുണ്ടാക്കി കഴിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അത് ചെയ്യണം എന്നുള്ള ആ ഒരു ഇതുള്ളൂ. അപ്പൊ അതിനൊരു ലൈഫ് പാർട്ട്ണറും കൂടെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സന്തോഷം. വേറെ ഒന്നുമില്ല, അവരൊന്ന് അടുക്കളയിൽ വന്നിരുന്നാൽ മതി. അങ്ങനെ ആഗ്രഹിക്കുന്നതാണ് ഇപ്പോഴത്തെ കാലത്ത് എല്ലാ പെൺപിള്ളേരും. കാരണം പണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് പെണ്ണുങ്ങള് അടുക്കളയിൽ വെച്ച് കുക്കിംഗ് ഒക്കെ ചെയ്ത് ഭർത്താവിന് ഇരിക്കുന്നിടത്ത് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കൂല, ഫുഡ് കൊണ്ടുപോയി കൊടുക്കൂല. ആ ഒരു ഇതൊക്കെ മാറി, കാലഘട്ടം മാറി. ഇപ്പാന്ന് വെച്ചാൽ പെൺപിള്ളേർ ആഗ്രഹിക്കുന്നത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അവരൊന്ന് കണ്ടിരിക്കാനായിട്ട്, ആ ഓമനത്തമുള്ള മുഖം ഒന്ന് കണ്ടിരിക്കാനായിട്ട് കൊടുക്കുന്ന ആൾക്കാരാണ്. അത് കണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സമാധാനമാണ്, നമ്മുടെ കൂടെ ആളുണ്ടല്ലോ എന്നുള്ളത്. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു തരാം, ഒന്ന് അരിഞ്ഞു തരാം, ഓരോ കറികൾക്കൊക്കെ എന്തെങ്കിലും അരിഞ്ഞു തരാം, ഒന്ന് കറിയൊക്കെ ഒന്ന് ഇളക്കുക, അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. അതൊക്കെയാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പൊ ചെറിയ എല്ലാം ഉണ്ടായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരയുന്നത് ബലഹീനതയല്ലെന്നും വികാരങ്ങൾ തുറന്നു പറയുന്നത് ധൈര്യമാണെന്നും പഠിപ്പിക്കുക. ചില ആൺപിള്ളേരോട് ഇങ്ങനെ പറയും, പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ പറയും, ആൺപിള്ളേർ കരയാൻ പാടില്ല, പെൺപിള്ളേർ മാത്രമേ കരയാൻ പാടുള്ളൂ. ആൺപിള്ളേർ എന്ത് സങ്കടം വന്നാലും, ഇപ്പൊ മരിച്ച വീട്ടിൽ അച്ഛനും അമ്മയും മരിച്ചാൽ പോലും ആൺപിള്ളേർ കരയാൻ പാടില്ല. ആൺപിള്ളേർ അവിടെ എന്താണ് വലിയ സെക്യൂരിറ്റികളെ പോലെ ഇങ്ങനെ നിൽക്കണം. പെൺപിള്ളേർ മാത്രം അയ്യോ എന്റെ മരിച്ചേ മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് കരയാൻ പാടുള്ളൂ ഉള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരിക്കലും തെറ്റാണ്. ആൺപിള്ളേരെ പോലെ തന്നെ മനസ്സാണ് പെൺപിള്ളേർക്കുള്ളത്, പെൺപിള്ളേരെ പോലെ തന്നെ മനസ്സാണ് ആൺപിള്ളേർക്കുള്ളത്. അപ്പൊ നമുക്ക് എന്ത് സങ്കടം വന്നാലും, നമ്മുടെ മനസ്സിനൊന്നും വ്യത്യാസമൊന്നുമില്ല, ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല. മനസ്സിന് എന്ത് സങ്കടം വന്നാലും ആൺപിള്ളേർക്ക് അറിയാം. കരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സങ്കടം മാറുള്ളൂ. അല്ലാണ്ട് അത് ഉള്ളിൽ കിടന്നതിന്റെ വീർപ്പ് മുട്ടിയില്ല, ചകൊന്നും ചത്തുവെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അതുപോലെ തന്നെ ആൺകുട്ടികൾ കരയരുത് എന്ന തെറ്റായ ധാരണ ചെറുപ്പം മുതൽ തന്നെ ഒഴിവാക്കുക. ചെറുപ്പം മുതൽ തന്നെ പിള്ളേരോട് പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ നിങ്ങളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരോട് പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ വന്ന് സംസാരിക്കാം. സംസാരിച്ചാൽ അതിൽ തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അറിയാം, കരഞ്ഞൊരു കുട്ടി കരഞ്ഞെന്നെ പറയാം, ഒരു തെറ്റില്ല. പിന്നെ സങ്കടം, ഭയം, നിരാശ തുടങ്ങിയ വികാരങ്ങൾ സ്വാഭാവികമാണെന്നും അവ മറച്ചു വയ്ക്കാതെ ആരോഗ്യകരമായി പ്രകടിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കണമെന്നും പഠിപ്പിക്കുക. ആൺപിള്ളേർക്ക് സങ്കടം വരുമ്പോൾ എത്രയും കരയുക. ഭയം ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയുക. ഭയം ആൺപിള്ളേർക്ക് ധീരന്മാരാണെന്നും പറഞ്ഞിട്ട് നെഞ്ചും തിരിച്ച് നമ്മൾ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല.
ഭയം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയുക. എന്തെങ്കിലും നിരാശ ചെയ്തു പോയ തെറ്റിന്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നിരാശ ഉണ്ടെങ്കിൽ അതൊക്കെ തുറന്നു പറയാ, പ്രകടിപ്പിക്കുക. അല്ലെങ്കിൽ ചെയ്തു പോയത് ഞാൻ ചെയ്തത് തെറ്റല്ല, ഞാൻ ചെയ്തത് ശരിയാണ്, എന്റെ ശരികളാണ്, ഇങ്ങനൊന്നും ഇല്ല. നമുക്ക് എത്രയും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, അത് തുറന്നു പറയാം. അല്ല ആൺപെൺ വ്യത്യാസമില്ല. പിന്നെ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരാളെ ഉപദ്രവിക്കുകയോ ഭയപ്പെടുത്തുകയോ ചെയ്യുന്നത് ആണത്തമല്ലെന്നും പഠിപ്പിക്കുക. എന്താ വെച്ചാൽ ചില ആൾക്കാരുണ്ട്, ഞാൻ ആണാണ്, എനിക്ക് മറ്റുള്ള ആൾക്കാരെ ഇങ്ങനെ ഉപദ്രവിക്കാനും ഭയപ്പെടുത്താനൊക്കെ ഉള്ള ഇത് ധീരതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചില ആണുങ്ങൾ നടക്കും. അങ്ങനത്തെ ആണുങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും. അപ്പൊ അങ്ങനെ ഉള്ള അതൊന്നും ആണത്തല്ലാന്ന് പഠിപ്പിക്കുക. യഥാർത്ഥ ശക്തി ആത്മനിയന്ത്രണത്തിലും ബഹുമാനത്തിലും ഉത്തരവാദിത്വത്തിലുമാണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് അക്രമത്തിലൂടെ അല്ലെന്ന ബോധ്യം വരുത്തുക. പ്രശ്നങ്ങളൊക്കെ പാമ്പിള്ളേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് തല്ലാണ്. അപ്പൊ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ഒരിക്കലും അക്രമത്തിലൂടെ അല്ല, കാര്യങ്ങൾ സംസാരിച്ച് തീർക്കുക, അത്രേ ഉള്ളൂ. മറ്റൊരാളെ ഉപദ്രവിക്കുകയോ ഭയപ്പെടുത്തുകയോ ചെയ്യുന്നത് ആണത്തമല്ലെന്ന് പഠിപ്പിക്കുക. നോ എന്ന മറുപടി പൂർണ്ണ ബഹുമാനത്തോടെ അംഗീകരിക്കാൻ ആ മക്കളെ പഠിപ്പിക്കുക. ആരെങ്കിലും നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് ബഹുമാനത്തോടുകൂടി തന്നെ അതിനെ അംഗീകരിക്കുക. അപ്പം പിള്ളേരുടെ അടുത്ത് ചിലപ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ അവർ നോ പറയും, നോ പറയുമ്പോൾ അതിനെ അംഗീകരിക്കുക. അല്ലാണ്ട് ഞാൻ വലിയ ആണാണ് മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് നീ വലിയ ഒരു പെണ്ണല്ലേ, നീ ഒരു ചെറിയൊരു പെണ്ണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചിലവര് ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയുണ്ട്, അയാളൊരു വേറെ പെണ്ണാണെന്നൊക്കെ ഉള്ള ചിന്താഗതി. ഇതൊക്കെ പണ്ട് കാലത്താണ് ചിന്തിക്കുന്നത്, ഇപ്പോഴും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുക. മറ്റൊരാളുടെ സ്വകാര്യതയും വ്യക്തിപരമായ അതിരുകളും ഒരിക്കലും ലംഘിക്കരുതെന്ന് മനസ്സിലാക്കി കൊടുക്കുക. സ്നേഹം ഒരിക്കലും നിർബന്ധിച്ച് നേടാനാകില്ലെന്നും അത് പരസ്പരം ബഹുമാനത്തിലൂടെ വളരുന്നതാണെന്നും പഠിപ്പിക്കുക. സ്നേഹം ഒരിക്കലും എന്താണ് നിർബന്ധിച്ച് നമ്മൾ വാങ്ങിക്കരുത്. ചില ആമ്പിള്ളേരുടെ പരിപാടിയിൽ സ്നേഹം നിർബന്ധിച്ച് വാങ്ങിക്കുക, അതൊരിക്കലും കിട്ടുന്നതല്ല. സ്നേഹം നിർബന്ധിച്ച് ഒരിക്കലും നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. എന്നാൽ പൈസ കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്നതാണ് സ്നേഹം അല്ല. അപ്പൊ സ്നേഹമൊന്നും നമുക്ക് ഒരിക്കലും അങ്ങനെ വാങ്ങിക്കാൻ പറ്റത്തില്ല. അതെന്താണ് പരസ്പരം ബഹുമാനത്തിലൂടെയും വളരുന്നത് ഒന്നാണെന്ന് ആമ്പിള്ളേരെ പഠിപ്പിക്കുക. സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ബഹുമാനവും അവസരങ്ങളും അർഹിക്കുന്നവരാണെന്ന് പഠിപ്പിക്കുക. സ്ത്രീകൾ ആരുടെയും കീഴിലുള്ളവരല്ലെന്നും തുല്യ അവകാശങ്ങളും സ്വാതന്ത്ര്യമുള്ള വ്യക്തികളാണെന്നും മനസ്സിലാക്കി കൊടുക്കുക. ചില ആമ്പിള്ളേരുടെ വിചാരം സ്ത്രീകൾ അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കണം, അങ്ങനെ ചിന്തിക്കുന്ന ആണുങ്ങളും ഉണ്ട്, ഇപ്പോഴത്തെ കാലത്തും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ചില ആണുങ്ങളുണ്ട്. ഇപ്പോഴത്തെ പണ്ടൊക്കെ ഉണ്ടായി ഞാൻ കണ്ടിട്ട്, ഇപ്പോഴത്തെ ജനറേഷനിൽ അങ്ങനത്തെ ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതിശയമാണ്. നീ എന്താണ് ഫ്രണ്ടിൽ കിടക്കുന്നത്, ഞാനല്ലേ ഫ്രണ്ടിൽ കിടക്കുന്നത്, ഞാനല്ലേ നിന്റെ ഭർത്താവ്, ഞാൻ എന്നെ ബാക്കിൽ നടത്തിയിട്ട് നീ എന്താണ് ഫ്രണ്ടിൽ നടക്കുന്നത്, അങ്ങനെ ചോദിക്കുന്ന ആണുങ്ങളും ഉണ്ട്. തലയ്ക്ക് ബോധമില്ലാത്തവന്മാരും ഉണ്ട്, അതിൽ പോലും ശേഷം ബോധമില്ലാത്ത ചിന്താഗതിക്കാരുള്ള ആൾക്കാരും ഉണ്ട്. അത് അങ്ങനെയുള്ള ആൾക്കാരെ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടാ. എനിക്ക് അവരെയൊക്കെ ഓർമ്മ വരും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വായിക്കുമ്പോ. ഒരു സ്ത്രീയെ നിയന്ത്രിക്കുകയല്ല ബഹുമാനിക്കുകയും തുല്യ പങ്കാളിയായി കണക്കാക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ മൂല്യം എന്ന് പഠിപ്പിക്കുക. ചിലവരുണ്ടാകും ഒരു സ്ത്രീയെ നിയന്ത്രിക്കുക, നീ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, മറ്റേ ചെയ്യരുത്, മറിച്ചേ ചെയ്യരുത്, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പറയുന്ന ആൾക്കാരെയും എനിക്കറിയാം. എനിക്ക് അതാണ് ഇത് വായിക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ വിചാരിക്കും അങ്ങനെയുള്ള ആമ്പിള്ളേരൊന്നും ഇല്ലാന്ന്, പക്ഷെ അങ്ങനെയുള്ള സാധനങ്ങളും ഇപ്പോഴും ഈ കാലഘട്ടത്തിലുണ്ട്. ഈ കാലഘട്ടം ഇത്ര മാറി എന്ന് പറഞ്ഞാലും ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന പല ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ട് ഇതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് കണക്ട് ചെയ്ത് എനിക്ക് എല്ലാം മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ചുറ്റുവട്ടവും കണ്ടു വളർന്നേക്കണ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അല്ലാത്ത നല്ല ആൾക്കാരുണ്ട് കേട്ടാ, പക്ഷെ എന്നാലും ആ ഒരു നമ്മള് നെഗറ്റീവും പോസിറ്റീവും എല്ലാം കാണൂല. അതും ഞാൻ കണ്ടു വളർന്നതുകൊണ്ട് എനിക്കെല്ലാം അറിയാം.